സോ ഹലോ ഗൈസ്, ഞാൻ ആദിത്യ. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് വിയറബിൾ ബ്രാൻഡ് ആയിട്ടുള്ള ബോൾട്ട് അവരുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള Z40 സീരീസിൽ ആദ്യമായി പുറത്തിറക്കുന്ന ഗെയിമിംഗ് TWS ഇയർഫോൺസ് ആയ ബോൾട്ടിൻ്റെ Z40 ഗെയിമിംഗ് എന്ന് പറയുന്ന TWS ഇയർഫോൺസിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. സോ ഇങ്ങനെ ഒരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. എനിവേ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ TWS ഇയർഫോൺസ് ലഭിക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ പേഴ്സ് ഓഫ് സിലിക്കൺ ഇയർ ടിപ്സ് വരുന്നുണ്ട്, ചാർജിങ്ങിന് വേണ്ടിയുള്ള Type-C കേബിൾ വരുന്നുണ്ട്, പിന്നെ ഡോക്യുമെൻറ്റ്സ് വരുന്നുണ്ട്. ഇവയൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി നമ്മുടെ ഗെയിമിംഗ് TWS ഇയർഫോൺസിലേക്ക് വരുവാണെങ്കിൽ ആദ്യം തന്നെ കയ്യിലേക്ക് എടുക്കുമ്പോൾ ഫീൽ ചെയ്യുന്നവരും വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. ഒപ്പം തന്നെ കംപ്ലീറ്റ് ഒരു പ്ലാസ്റ്റിക് ബിൽഡിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനെക്കുറിച്ച് പറയുവാണെങ്കിൽ അയൺമാൻ്റെ മാസ്ക് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കേസിൻ്റെ ഈ ഒരു കവർ എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ലൂസൻ ടൈപ്പ് മെറ്റീരിയലാണ്. സോ അകത്ത് നമ്മുടെ ഇയർബഡ്സും അതുപോലെ തന്നെ അതിൻ്റെ LED ലൈറ്റൊക്കെ നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റും. ഫ്രണ്ട് സൈഡിലായിട്ട് ബോൾട്ടിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് താഴെയായിട്ട് നമുക്ക് മോഡ് സിങ്ക് ആയിട്ടുള്ള RGB LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് മോഡ് അനുസരിച്ച് നിറം മാറുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള LED ആണ്, കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ചാർജിങ്ങിന് വേണ്ടിയുള്ള Type-C പോർട്ടും കാണാൻ പറ്റും. ഇനി നമ്മുടെ TWS ഇയർഫോൺസിൻ്റെ കേസ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിലായിട്ട് നമ്മുടെ ഇയർബഡ്സ് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇയർബഡ്സ് കയ്യിലേക്ക് എടുക്കുമ്പോൾ ആദ്യം തന്നെ ഫീൽ ചെയ്യുന്നവരും വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. ഒപ്പം തന്നെ ഇതും ഒരു പ്ലാസ്റ്റിക് ബില്ലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇയർബഡ്സിൽ നല്ല വലുതായിട്ട് തന്നെ ലെഫ്റ്റും റൈറ്റും ഒക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന ഭാഗം തന്നെയാണ് ഇതിൻ്റെ ടച്ച് കൺട്രോൾസും വരുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഇന്നർ ടൈപ്പ് ഇയർബഡ്സ് ആണ്. ഇനി TWS ഇയർഫോൺസിൻ്റെ ഫിറ്റ് ആൻഡ് കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി വളരെയധികം നല്ലൊരു കംഫർട്ടാണ് ഫീൽ ചെയ്തത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇന്നർ ടൈപ്പ് ഇയർഫോൺസ് ആണ്. അതുകൊണ്ട് തന്നെ കാതിനകത്തേക്ക് നല്ലപോലെ കയറിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പാസീവ് നോയ്സ് ക്യാൻസലേഷനും ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ നേരം നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഗെയിമിംഗ് ചെയ്യുവാണെങ്കിലോ ഒന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല. ഇനി ഒരു ഗെയിമിംഗ് TWS ഇയർഫോൺസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൽ നമുക്ക് കിട്ടുന്ന ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ്. സോ ഇതിനകത്ത് നമുക്ക് RGB ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗെയിമിംഗ് വൈബ് കിട്ടുന്നുണ്ട്. പിന്നീട് കണക്ടിവിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് വേർഷൻ 5.4 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു ഇയർബഡിൽ നമ്മൾ 4 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 40 ms അൾട്രാ ലോ ലേറ്റൻസി വരുന്ന കോമ്പാക്ട് ഗെയിമിംഗ് മോഡിലേക്ക് പോകും. ഗെയിമിംഗ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ലേറ്റൻസിയെ കുറഞ്ഞിട്ട് വളരെ മികച്ചൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇനി ഏതൊരു ഇയർഫോൺ ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. സോ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 10 mm ഡ്രൈവേഴ്സാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ കുറച്ചുകൂടെ ബെറ്റർ ബേസിന് വേണ്ടിയിട്ട് ബൂമെക്സ് ടെക്നോളജിയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്ത്. മ്യൂസിക് കേൾക്കാനാണെങ്കിലും മൂവീസ് കാണാനാണെങ്കിലും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നീട് കുറച്ചുകൂടെ ബെറ്റർ എക്സ്പീരിയൻസിന് വേണമെങ്കിൽ നമുക്ക് ബോൾട്ട് ആംപ് ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഇക്വലൈസർ പ്രീസെറ്റുകൾ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമായിട്ട് നമുക്ക് ഇക്വലൈസർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി കോൾ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം 4 മൈക്രോഫോൺസോട് കൂടിയ എൻവയോൺമെൻറ്റ് നോയ്സ് ക്യാൻസലേഷൻ്റെ ഫീച്ചറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒപ്പം തന്നെ ബോട്ടിൻ്റെ സെൻ മോഡും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ആംബിയൻ നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആംബിയൻ നോയ്സൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് നല്ലൊരു കോൾ ക്വാളിറ്റി തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ബാറ്ററി ബാക്കപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ ഇയർബഡ്സ് കേസിനൊപ്പോട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടലി നമുക്ക് 60 hours ഒരു പ്ലേ ടൈമാണ് ലഭിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിലും എനിക്ക് അത്രയൊക്കെ തന്നെയാണ് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലും ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിലും അടിപൊളിയാണ്. പിന്നീട് മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ടച്ച് കൺട്രോൾസ് ആണ് വരുന്നത്. സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലേ, പോസ്, നെക്സ്റ്റ് ട്രാക്ക്, പ്രീവിയസ് ട്രാക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡുവൽ ഡിവൈസ് പെയറിങ്ങിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. അതായത് സൈമൾട്ടേനിയസ്ലി നമുക്ക് ഒരേ സമയം 2 ഡിവൈസിൽ പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണിത്. പിന്നീട് ഈ പ്രോഡക്റ്റ് നമുക്ക് 2 കളർ വേരിയൻസിൽ അവൈലബിൾ ആണ്, ബ്ലാക്ക് മോസ് ആൻഡ് മെറ്റാലിക് വൈറ്റ്. അതുപോലെ തന്നെ ഫൈനലി TWS ഇയർഫോൺസിൻ്റെ പ്രൈസ് വരുന്നത് 1299 രൂപയാണ്. ഇത് ലോഞ്ച് പ്രൈസ് ആണ്. കുറച്ച് കഴിയുമ്പോൾ ഈ പ്രൈസ് തീർച്ചയായിട്ടും കൂടും. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും boltaudio.com വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.